ശരിക്കും എനിക്ക് തോന്നുന്നു മലബാർ സൈഡ് അല്ലേ? അതെ, ഞാൻ കോഴിക്കോടും കണ്ണൂരുമാണ്. അപ്പൊ പിന്നെ ദൈവം തമ്പുരാനെ, ഞാൻ ഈ പുട്ടും ഞണ്ടും ഒക്കെ ആയിട്ട് എന്നാ പരിവാകുമെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അതാത് സ്ഥലത്തെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യും അല്ലേ? അപ്പൊ ഇന്ന് ആനീസ് കിച്ചണിലെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യാം. ഡോക്ടർ നല്ലതായിട്ട് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ഡോക്ടറിന് ആദ്യം ചൂട് ഭക്ഷണം. ഞാനൊരു പക്ക വെജിറ്റേറിയൻ, എൻ്റെ അമ്മയൊക്കെ പക്ക വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വീട്ടിൽ നോൺ വെജ് കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ആക്രാന്തം കൂടുതലാണ് നോൺ വെജ്. സിത്താരയുടെ അമ്മയുടെ ഫാമിലി അവർ നോൺ വെജ് കഴിക്കാത്ത ഫാമിലി. അപ്പോൾ അച്ഛനും ഞങ്ങളൊക്കെ പുറത്ത് പോയി കഴിച്ച് ചെറിയതായിട്ടുള്ള ശീലമേ ഉള്ളൂ. ഇപ്പം കല്യാണത്തിന് ശേഷം നല്ല പാചകക്കാരാണ് സിത്താര. അമ്മ ഭയങ്കര നല്ല കുക്കാണ്. പലപ്പോഴും സമയത്തിന്റെ പ്രശ്നമാണ്, പക്ഷെ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രാബ് ശരിക്കും കഴിക്കേണ്ട വിധം ഇതുവരെയും എനിക്ക് അറിയില്ല. കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ടെൻഷനൊന്നുമില്ല. എന്നാന്നറിയോ, ക്രാബിനോട് നമ്മൾ ഒരുപാട് ഫോർമാലിറ്റീസ് കാണിക്കരുത്, മനസ്സിലായില്ലേ? ഞാനൊക്കെ ഇത് കഴിക്കാൻ പഠിച്ച സത്യം പറഞ്ഞാ ഇതങ്ങോട്ട് പൊട്ടിക്കും, കരിവിര തിന്നും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്രാന്തമില്ലേ, ക്രാബിനോട് കാണിക്കാൻ. എന്ത് ഭക്ഷണമാണെങ്കിലും ഹോട്ടലിൽ പോവാണെങ്കിൽ ഞാനൊരു കോർണർ നോക്കും, ആരും അധികം കാണാത്ത. അത് എനിക്ക് ഭയങ്കര സയന്റിഫിക് ആയിട്ട് കഴിക്കാൻ അറിയാൻ ചേച്ചി, എനിക്കിത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് വാട്സാപ്പിൽ വന്ന് സിത്താരയുടെ ഭക്ഷണം, സിത്താരനെ വളരെ അടുത്തറിയുന്നവർക്കൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന രീതിയും മാതൃകാപരമാണ് സത്യത്തില്. കോഴിയൊക്കെ കഴിച്ചാല് കോഴികൾ തന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, കുറച്ച് പൊടി മാത്രം ബാക്കി. അത്ര ആസ്വദിച്ച് കഴിക്കും അല്ലേ? ആസ്വദിച്ച് കഴിക്കുന്നല്ലേ സിത്താരല്ലേ? അല്ലാതെ നേരത്തെ ഡോക്ടർ അല്ല, ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പൊ ഫുഡിനോട് ഒത്തിരി രുചി നോക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടെ ഈ കോഴീന്റെ ഒക്കെ കഴുത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വരെ കഴിച്ചു തന്ന അവസ്ഥ. കല്യാണം കഴിച്ചപ്പോ ഇത്ര ആലോചിച്ചില്ലല്ലേ? സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ് ഏതാ? ഏറ്റവും നല്ല ഫുഡ് പറഞ്ഞാ വെജാണോ നോൺ വെജ് ആണോ? നോൺ വെജ് തന്നെയാ. സിത്താര ഇങ്ങോട്ട് നോക്കും. ബീഫ് ഉണ്ടാക്കും, ഞാൻ നോക്കി പഠിപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്. എന്താ ഉണ്ടാക്കുന്നത്? ബീഫ് ഒലത്താണോ, ബീഫ് കറിയാണോ, ബീഫ് പെരട്ടാണോ? സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ബീഫാന്ന് പറഞ്ഞു. ബീഫ് വരട്ടിയത്, ഒലത്തി വെക്കുന്നത് തേങ്ങ. അമ്മ ആദ്യമൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടായിരുന്നു അമ്മയോട് ചോദിക്കുക, പ്രഷർ കുക്കർ അടക്കിയാണേ തുറക്കണ്ടപ്പോ പറയണേന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ശീലായി, ഇപ്പൊ നല്ലതായിട്ട് ചെയ്യും അല്ലേ? പിന്നെ ദോശയൊക്കെ ചൂടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നല്ല എന്നാ നല്ല മോളാന്ന് നോക്കിയേ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര ഡാൻസും കലാതിലകവും ഒക്കെ ആയിരുന്നു സിത്താര അല്ലേ? അതൊക്കെ അതല്ല ചോദിക്കപ്പോഴേ, കുഞ്ഞുനാളിൽ മുഴുവനും ഡാൻസ്, അത് കഴിഞ്ഞിട്ട് നോക്കൂ ഒരു ടേണിംഗ് പോയിന്റ് പോലെ പാട്ട്. ഇതെന്നെ മോളെ, പാട്ട് കൂടെ പഠിച്ചതാണോ അതോ ഡാൻസ് മാത്രം? രണ്ടും പഠിച്ചിരുന്നു, രണ്ടും ഒരേമാതിരിയാ ട്രെയിനിങ് ഒക്കെ എടുത്തിരുന്നേ. ആ സമയത്ത് രണ്ടും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അന്ന് കോമ്പറ്റീഷനിൽ പ്രൈസും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷെ അന്ന് ഡാൻസിനാണ് കുറേ കൂടി മീഡിയയിൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടി. അങ്ങനെയാണ് എല്ലാവരും ഡാൻസ് ചെയ്യണ കുട്ടി എന്നുള്ള രീതിയിൽ അറിഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിൽ കുറച്ചും കൂടി ഫോക്കസ് കൂടി, അവസരങ്ങൾ, സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, മത്സരങ്ങളൊക്കെ. ഇഷ്ടം പോലെ ട്രോഫീസ് ആണ്. അപ്പം കലാതിലകല്ലേ, അപ്പൊ എത്രയെല്ലാം കോമ്പറ്റീഷൻസ് പോയിട്ടുണ്ടാവും അല്ലേ? ഒരു റൂം ഫുൾ. ശരി, പെണ്ണ് കാണാൻ വന്നപ്പം കാണിച്ചു തന്നാ മതി. എനിക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ഭാരവാഹിക്കായിരുന്നു. അപ്പം സിത്താരയുടെ അച്ഛനോട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവിടെ പോവാറ്. അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ പത്രത്തിലൊക്കെ എപ്പോഴും ഫോട്ടോ വരുന്നു. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നതെന്ന് നോക്കിയേ, അപ്പോഴേ വട്ട വിട്ടു ഈ കുഞ്ഞിനെ ഒന്ന് നോക്കണമല്ലോ അതല്ലേ. പിന്നെ കല്യാണം ആലോചിച്ച് ചെന്നു. അതെ 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 അതെ. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം ആലോചിച്ചു തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് കളയാം, വേറെ എന്നാ പിന്നെ തപ്പി മെനക്കെടുണ്ടല്ലോ എന്നാ ഈ കുഞ്ഞിനെ തന്നെ ആലോചിക്കാലോ എന്ന് വിചാരിച്ചല്ലേ. ഇപ്പൊ പിള്ളേര്, ഒരു മോളുണ്ട് ഞങ്ങൾക്ക്, അവൾക്ക് 2.5 വയസ്സായി. സാവൻ ഋതു എന്നാ പേര്. സാവൻ ഋതു. ഓ ഋതു, ഓക്കെ. ഇപ്പൊ അവരെവിടെ? കാലിക്കറ്റില്. ഇപ്പം കൊച്ചിയിൽ എൻ്റെ അമ്മയുണ്ട് കൂടെ. അപ്പം
അമ്മ പിള്ളേരെ നോക്കുന്നത്? അമ്മയാണ് വാവയുടെ ഒരു വാവ അമ്മയുടെ ഫാനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ കുഴപ്പമില്ലാണ്ട്. അമ്മ ഉണ്ടാക്കുന്ന മീനാണ് വാവയുടെ ഏറ്റവും ഇഷ്ടം. മീമി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. എല്ലാ മീൻകാരൻ മീൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവള് പുറത്ത് അമ്മയുടെ കൂടെ ഇറങ്ങി തോളത്താണെങ്കിൽ ഓരോ സാധനത്തിന് മീമി, പിന്നെ കോര മീമി, മാന്തൽ മീമി. ഞാൻ നോക്കിയപ്പോ അവൾക്ക് നല്ല ടേസ്റ്റ് സെൻസ് ഉണ്ട്. അതെന്റെ വലിയ ഭാഗ്യം. വേറെ ഒന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം എനിക്ക് ഇല്ല ചേച്ചി, നല്ല ഭക്ഷണം രുചിയോടെ കഴിക്കാൻ അറിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ അല്ലേ? നമ്മുടെ 20th ഇയർ സെലിബ്രേറ്റ് ചെയ്തില്ലേ ഷാറൂഖ് ഖാൻ? അതുപോലെയായിരുന്നു എനിക്ക് സിത്താരയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏത് ഈ സെല്ലുലോയിഡിലെ പാട്ട് അല്ലേ? ആ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊന്ന് പറയോ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും പാട്ടും ഒക്കെയാണ്. അതിന് മുമ്പ് അതിശയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അതിനുശേഷം കുറച്ച് എന്താ പറയുക ആളുകൾ ശ്രദ്ധിച്ച കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൽസമ്മ എന്ന ആൺകുട്ടിയിൽ രാജാമണി സാറിൻ്റെ പാട്ടാണെങ്കിലും പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ട്രാഫിക്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു, തമിഴിലും ഒക്കെ. പക്ഷേ സെല്ലുലോയിഡ് വന്നപ്പം തീർച്ചയായിട്ടും അതിന് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടല്ലോ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചു. അതിന് മുമ്പ് പാടിയ പാട്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കാരണമായി. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടാണ് എം ജയദേവൻ സാറും കമൽ സാറും തന്നിട്ടുള്ള ആ ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ആ പാട്ടിന് 2 വരി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ശരിക്കും ഇതിപ്പോ തമിഴിലും എടുത്തപ്പം അതില് ഇതേ മാരിയാ ട്യൂൺ ഇത് തന്നെയാണ്, വരികൾ മാത്രം. അമ്മാടിനാ താമരൈതാനാ അമ്മാടിനാ മാരിവിൽതാനാ അമ്മാടിനാ മാമഴൈതാനാ കമ്മലിട്ടേ പൊട്ടു തൊട്ടേ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ തെമ്മാങ്കത്തേൻ കുയിലേ. തമിഴൊക്കെ നേരത്തെ അറിയോ? കുറേശ്ശെ തമിഴ് കേട്ടാൽ മനസ്സിലാവും, കുറേശ്ശൊക്കെ വർത്താനം പറയും. അപ്പൊ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പേടിയായില്ലേ? തമിഴിലൊക്കെ പാടുമ്പോ ആ ഒരു തമിഴ് പാട്ടുകൾ അതിന് മുമ്പ് ഞാൻ പാടിയിരുന്നു ചേച്ചി, കുറച്ച് അധികം പാട്ടുകൾ. പിന്നെ എനിക്ക് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ അവിടെയുള്ള. അപ്പൊ അതുകൊണ്ട് ഭാഷ അങ്ങനെ സഹായിക്കുമല്ലോ അവിടെ എല്ലാവരും. പക്ഷെ എനിക്കൊന്ന് തമിഴില് മാത്രമല്ല തോന്നുന്നു അല്ലേ സിത്താര? തെലുങ്കിലും കന്നഡയും കുറേശ്ശെ പാടി. മലയാളികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നുണ്ട് ഈ ഭാഷ. ഇതൊക്കെ മലയാളമാണോ ഏറ്റവും പാട് പഠിക്കാന്? മലയാളത്തിൽ എല്ലാ സിലബിൾസും ഉണ്ട്. തെലുങ്കാണ് നമുക്ക് കുറേം കൂടി എനിക്ക് എളുപ്പമായി തോന്നിയിട്ടില്ലേ മലയാളികൾക്ക്. പിന്നെ തമിഴൊക്കെ അവര് സഹായിക്കും, നമ്മളെന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അപ്പൊ അവര് കറക്റ്റ് ചെയ്യാൻ. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ പുട്ട് ഇതുവരെ എന്റെ പുട്ട് തണുത്താലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ എന്നെ ചീത്ത വിളിക്കാറ്, ഞാൻ ഇങ്ങനെ കാതൊക്കെ പൊത്തിയിരിക്കേണ്ടി വരും. ഇതിനകത്ത് ബേസിക്കലി ഇച്ചിരി ഉപ്പൊക്കെ കുറവായിരിക്കും, ഞങ്ങൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷെ എന്നാൽ തല്ലുകൊളുത്തരം ഉണ്ടോന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല. ഇതിൽ വലിയൊരു ദോഷമൊന്നും തേങ്ങ ഉണ്ടാക്കണില്ല. കാരണം നമ്മുടെ പ്രാദേശികമായ ഒരു ഭക്ഷണ രീതി എന്നുള്ള രീതിയിൽ തേങ്ങ അതിന്റെ ഭാഗമാണ്. പുട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. ദാസാറൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിലും ആരോഗ്യം പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ആവിയിൽ പുഴുങ്ങിയ സിത്താര അങ്ങനെയാണോ? ഭക്ഷണ രീതി അത്ര ആരോഗ്യകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പൊ പിന്നെ ഇടി ഉറപ്പാണ് ഡോക്ടറിന്റെ. ഇനി ഇതിപ്പോ ചോദിച്ചു നോക്കും വീട്ടിലെങ്ങനെ കഴിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഫാസ്റ്റ് ഫുഡ് ആണ്? അല്ല ചിക്കൻ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് ചേച്ചി. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ചില ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ പിന്നെയും വിശക്കുമല്ലോ, അത് അതിന്റെ ക്വാളിറ്റിന്റെ സൈഡാണ്. കല്ലുമ്മക്കായ ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പക്ഷേ ഇത് പൊട്ടിക്കാം. ഷെൽ ഫിഷുകൾ പൊതുവെ ക്രാബും ഈ കല്ലുമ്മക്കായൊന്നും അത്ര ഹാർട്ടിന് നല്ലതല്ല എന്ന് പറയും. മീനാണ് ഏറ്റവും നല്ലത്. ചെറു മീനുകളൊക്കെ വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയത്തിന്.